നമ്മൾ പഠിക്കുന്ന കാലത്ത് ഹിസ്റ്ററി ടെക്സ്റ്റിൽ നമ്മൾ പല തരത്തിലുള്ള വീരനായകന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പരശുരാജ, മംഗൽ പാണ്ഡെ, വേലുത്തമ്പി ദളവ, ഇതേപോലെയുള്ള വീരനായകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള ചില വീരനായകന്മാരെ നമ്മൾ മറന്നുപോവുകയാണ്. ആ വീരനായകന്മാർക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഹിസ്റ്ററി ടെക്സ്റ്റിൽ പോലും ഇടം കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളെല്ലാവരും മറന്നുപോയ, സിനിമയെ വെല്ലുന്ന പ്രവൃത്തികൾ ചെയ്ത ഒരു വീരനായകൻ, ഒരു അവതാര പുരുഷൻ, വൈക്കം പത്മനാഭൻ പിള്ള. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. AK ഇൻഫോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീഷ്. നമ്മുടെ തിരുവിതാംകൂർ സാമ്രാജ്യത്തിലെ വടക്കു സംസ്ഥാനങ്ങളിലെ ഒരു കളരിയുടെ ആശാനായിരുന്നു ഈ പത്മനാഭൻ പിള്ള. കളരിയുടെ ആശാൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ. അങ്ങനെ ഇതേപോലുള്ള മാർഷ്യൽ ആർട്സും കളരിയൊക്കെ പഠിപ്പിച്ച് ആ ട്രാവൻകൂർ, നമ്മുടെ തിരുവിതാംകൂർ സാമ്രാജ്യത്തിലുള്ള സൈനികന്മാരെ നല്ല ശക്തരാക്കിക്കൊണ്ടിരുന്നു ഇദ്ദേഹം. അക്കാലത്ത് ഇന്ത്യൻ മേഖലയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തിരുവിതാംകൂർ. അതുകൊണ്ട് തന്നെയാണ് ടിപ്പു സുൽത്താന്റെ അച്ഛൻ ഹൈദരലി നമ്മുടെ നാട് കീഴടക്കുന്നതിൽ പരാജയപ്പെട്ടു പോയത്. എന്നാൽ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ടിപ്പു സുൽത്താൻ ശ്രമിച്ചു. അതിന് എന്ന് വെച്ചാൽ നമ്മുടെ തിരുവിതാംകൂർ കീഴടക്കുവാൻ വേണ്ടി ഒരു വലിയ മിലിറ്ററിയാണ് ടിപ്പു സുൽത്താൻ കൊണ്ടുവന്നത്. ഏകദേശം 20,000 കാലാൾപ്പട, 5,000 കുതിരപ്പട, 2 പീരങ്കി, 10,000 കുന്തങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഒരു വലിയ പടയാണ് ടിപ്പു സുൽത്താൻ കൊണ്ടുവന്നത് നമ്മുടെ തിരുവിതാംകൂർ കീഴടക്കുവാൻ വേണ്ടി. നമ്മുടെ തിരുവിതാംകൂറിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്കും വലിയൊരു മിലിറ്ററി ആയിരുന്നു അത്. അങ്ങനെ അവര് ആ ഒരു വലിയ സൈന്യമായിട്ട് നമ്മുടെ കേരളത്തിലെ കൊച്ചി ഭാഗത്ത് വന്നു. അവിടെയുള്ള എല്ലാം അവർ തകർത്തു. ക്ഷേത്രങ്ങള്, വീടുകള്, ആൾക്കാർ എല്ലാം അവർ നശിപ്പിച്ചു. അങ്ങനെ അവർ നശിപ്പിച്ചുകൊണ്ട് വരുന്ന കാലത്ത് 1789 ഡിസംബർ 28 നമ്മുടെ തിരുവിതാംകൂർ സൈന്യം അവരെ തിരിച്ചങ്ങോട്ട് ആക്രമിച്ചു. എന്നാൽ നമ്മൾ അങ്ങോട്ട് ആക്രമിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അത് ആ ടിപ്പു സുൽത്താന്റെ സൈന്യത്തിന് വലിയ കുലുക്കമൊന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ ഞാൻ ഇനി പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം 20,000-ലധികം പടകളുമായിട്ടാണ്, ഒരു സൈന്യമായിട്ടാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ വന്നത്. അവരെ നമ്മുടെ നാട്ടിലെ ഒരു 20 പേരടങ്ങുന്ന ഒരു ചെറിയ സൈന്യം അവരെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ചെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വെറും ഒരു ചെറിയ സൈന്യം എന്ന് വെച്ചാൽ വൈക്കം പത്മനാഭൻ പിള്ള നേതൃത്വം കൊടുത്ത ഒരു 20 പേരടങ്ങുന്ന ഒരു ചെറിയ സൈന്യം ആ ഒരു വലിയ 20,000 പേരടങ്ങുന്ന ആ ഒരു വലിയ സൈന്യത്തെ തോൽപ്പിച്ചു. അതുമാത്രമല്ല, അവരുടെ മിലിറ്ററിയിലെ ചീഫായ കമറുദ്ദീൻ ഖാനെ പത്മനാഭൻ പിള്ള വധിക്കുകയും ചെയ്തു. ആ ഒരു യുദ്ധത്തിൽ ടിപ്പുവിന് ഭയങ്കരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം മൈസൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന് തന്നെ കുലുക്കി. അവർ ഞെട്ടിപ്പോയി. ഇത് കേട്ട നിങ്ങളെ ഞെട്ടിക്കാണും. അപ്പോൾ ഇത് അനുഭവിച്ച അവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. 20 പേരടങ്ങുന്ന ഒരു ചെറിയ സൈന്യം 20,000 പേര് എന്ന് വെച്ചാൽ 20,000-ലധികം പേരുമായിട്ട് വരുന്ന ഒരു വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അതൊരു വലിയ സംഭവമാണ്. നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ടിപ്പുവിന്റെ യുദ്ധം അവിടെ അവസാനിച്ചില്ല. ടിപ്പുവിനാണെങ്കിൽ ഇതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് നാണം കിട്ടും. എന്ന് വെച്ചാൽ ഒരു 20 പേര് അടങ്ങുന്ന സൈന്യം 20,000 ഭയങ്കര ഷോയൊക്കെ കാണിച്ചു വന്ന ഒരു വലിയ സൈന്യത്തെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട് തന്നെയാണ്. ടിപ്പു അതിന്റെ വാശിക്ക് 1790 വേറൊരു ആക്രമണം നമ്മുടെ തിരുവിതാംകൂറിന് നേരെ നടത്തി. എന്നാൽ ആ രണ്ടാമത്തെ പ്രാവശ്യം നടന്ന യുദ്ധത്തിൽ പത്മനാഭൻ പിള്ള നടത്തിയെന്ന് വെച്ചാൽ ഒരു യുദ്ധമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് ചെയ്തത്. വേറെ ഒന്നുമല്ല, നൈസില് പെരിയാർ ഡാമങ്ങ് തുറന്നു വിട്ട് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കി. അത് കാരണം യുദ്ധത്തിൽ നിന്നും പിന്മാറി ടിപ്പു തിരിച്ചു പോവുകയും ചെയ്തു. ഇതേപോലത്തെ സംഭവം നമ്മൾ ബാഹുബലി 2 കണ്ടിട്ടുണ്ട്. മറ്റേ അനുഷ്കേര് അവിടെ ചെന്നിട്ട് മറ്റേ ഡാമൊക്കെ പൊട്ടിച്ചു വിടുന്ന ആ ഒരു സീൻ നമ്മൾ ബാഹുബലി സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോപ്പി അടിച്ചതെന്നാണെന്നും എനിക്ക് അറിയത്തില്ല. അതിനുശേഷം പത്മനാഭൻ പിള്ള തിരുവിതാംകൂറിൽ ഒരു വലിയ ഹീറോയായി മാറി. അദ്ദേഹത്തിന് നമ്മുടെ തിരുവിതാംകൂർ മിലിറ്ററിയിൽ ഒരു കമാൻഡർ പോസ്റ്റും കൊടുത്തു. പിന്നെ കാലം പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹം ആ മിലിറ്ററിയുടെ ജനറലായി മാറി. അങ്ങനെ ടിപ്പു സുൽത്താന്റെ കാര്യങ്ങളും ആ ഒരു യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത് വന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂറിന്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. 1809 തിരുവിതാംകൂറിനെ ബ്രിട്ടീഷ് അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാരെ എതിർത്ത് നിന്നത് ഈ വേലുത്തമ്പി ദളവയായിരുന്നു. ആ സമയത്ത് പത്മനാഭൻ പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ സൈനിക മേധാവി. ആ ഒരു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പ്രശ്നത്തിൽ
കേണൽ മെക്കാളയുടെ ബോൾഗാട്ടി പാലസ് നമ്മുടെ പത്മനാഭൻ പിള്ളയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സും കൂടെ ചേർന്ന് അതങ്ങ് ആക്രമിച്ചു. ആ ഒരു സംഭവം ബ്രിട്ടീഷുകാരെ തന്നെ ഭയപ്പെടുത്തി. അതിനുശേഷം പത്മനാഭൻ പിള്ളയെ പിടിച്ചാലേ പറ്റുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അങ്ങനെ ആലപ്പുഴയിൽ പല്ലത്തുരുത്തിയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ ബ്രിട്ടീഷുകാർ പതിയിരുന്ന് വൈക്കം പത്മനാഭൻ പിള്ളയെ ആക്രമിച്ചു. ആ ഒരു ആക്രമണത്തിൽ വൈക്കം പത്മനാഭൻ പിള്ള ഏകദേശം 13 ബ്രിട്ടീഷുകാരെ കൊന്നു. എന്നാൽ അവസാനം ബ്രിട്ടീഷുകാർ വൈക്കം പത്മനാഭൻ പിള്ളയെ പിടികൂടി. വൈക്കത്ത് തിരുവേലിക്കുന്നെന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ ആ ഒരു അവതാര പുരുഷനെ തൂക്കിലേറ്റി. അതിനുശേഷം വൈക്കം പത്മനാഭൻ പിള്ളയുടെ ശരീരം ബ്രിട്ടീഷുകാർക്ക് നശിപ്പിക്കാൻ പറ്റി. എന്നാൽ അദ്ദേഹത്തിന്റെ വീരഗാഥ അവർക്ക് നശിപ്പിക്കാൻ പറ്റിയില്ല. മൈസൂർ കടുവ എന്ന് പറയുന്ന ടിപ്പു സുൽത്താനെ 1 അല്ല 2 തവണ പരാജയപ്പെടുത്തിയ അവതാരം, ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയ ഒരു വീരപുരുഷൻ. എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ച ഹിസ്റ്ററി ടെക്സ്റ്റിൽ ആരെങ്കിലും വൈക്കം പത്മനാഭ പിള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം. നിങ്ങൾക്ക് അതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഇതുപോലെ ഒളിഞ്ഞു കിടക്കുന്ന ഇഷ്ടംപോലെ വീരനായകന്മാർ, ഇഷ്ടംപോലെ അവതാരങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവരെയൊക്കെ നമുക്ക് വെളിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ഇതേപോലുള്ള വീഡിയോകൾ ഇനി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും താഴെ ഇട്ടിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടണും അമർത്തുക. പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ